പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ പല വിഷമങ്ങളുള്ളവരാണ്, പല പ്രയാസങ്ങളുള്ളവരാണ്, ബുദ്ധിമുട്ടുകളാണ്. സന്തോഷത്തിലേറെ ഒരുപക്ഷെ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു പരിധിവരെ നമ്മളുടെ ആ ചിന്താഗതി തന്നെ തെറ്റാണ്. കാരണം അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടാണ് ഇടയ്ക്കൊരു പരീക്ഷണാർത്ഥം വല്ല പ്രയാസങ്ങളും വരുന്നത്. പക്ഷേ ആ പ്രയാസങ്ങൾ കാരണം നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളെയൊക്കെ നമ്മളങ്ങ് മറന്നു പോവുകയാണ്, അല്ലേ? നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകും, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും, പല പ്രശ്നങ്ങളും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മക്കൾക്ക് പ്രയാസങ്ങളുണ്ടാകും, ഭാര്യമാർക്ക് വിഷമങ്ങളുണ്ടാകും, ഭർത്താക്കന്മാർക്ക് വിഷമങ്ങളുണ്ടാകും, മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാകും. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട പല വിഭാഗത്തിലൂടെയും നമുക്ക് പല പ്രശ്നങ്ങളും വരാം. അപ്പം ഇതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് നൽകിയ എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ മറന്നു പോകുന്നത്, അല്ലേ? അള്ളാഹു നമുക്ക് ജീവൻ നൽകിയത് ഒരു വലിയ അനുഗ്രഹമാണ്. നമുക്ക് ഒരു മിനിറ്റിൽ എത്ര തവണയോ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന രോഗികൾ, വെന്റിലേറ്ററിലും മറ്റും കഴിയുന്ന ആളുകൾ, ഓക്സിജൻ വെച്ചിട്ട് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയാതെ, സ്വന്തമായിട്ടൊന്നുള്ളിലേക്ക് വലിക്കാനോ പുറന്തള്ളാനോ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, ഓക്സിജൻ സിലിണ്ടറുകളിലായി ജീവിതം തള്ളി നിൽക്കുന്നവർ, അവർക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അനുഗ്രഹം അള്ളാഹു എടുത്തു കളഞ്ഞു പോയി അവരിൽ നിന്നും. പക്ഷേ ഒരു പ്രയാസവുമില്ലാതെ, നമ്മളൊന്നും അറിയാതെ, ഒന്നും ചിന്തിക്കാതെ തന്നെ നമ്മൾ സദാസമയം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ശ്വാസം. പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കണ്ണ് നൽകി, കാഴ്ച നൽകി വലിയ അനുഗ്രഹമാണ്. എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് കേൾവി എന്നുള്ളത്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയെത്ര നിഅമത്തുകളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആ നിഅമത്തുകളുടെ ഇടയിൽ ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, നമ്മെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, നമുക്കൊന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ചില പ്രയാസങ്ങൾ നൽകും, ചില വിഷമങ്ങൾ നൽകും. പക്ഷേ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ നൽകിയ നിഅമത്തുകളെയൊക്കെ അങ്ങോട്ട് നമ്മൾ മറക്കും. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിരുന്നാലും നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ്, ഈമാന് ബലക്ഷയം സംഭവിച്ചവരാണ്. അള്ളാഹു കാമിലായി ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ്റെ കുറവ് കാരണം ഈ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളതിൻ്റെ പരിഹാരം തേടി നടക്കും. പരിഹാരം തേടണം. പക്ഷേ നമ്മളതിൽ ബേജാറായി, വേവലാതിപ്പെട്ട് ശരീരം തന്നെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്കൊന്നും നമ്മൾ മാറാൻ പാടില്ല. ടെൻഷൻ അടിച്ച് ഇല്ലാത്ത രോഗങ്ങൾ വരുത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ബേജാറാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് പരിഹാരം വെച്ചിട്ടുണ്ട്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരവുമായിട്ടാണ് അള്ളാഹു ആ പ്രശ്നത്തെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം അന്വേഷിക്കണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാനിന്ന് പറയുന്നത്, നമ്മളൊക്കെ പലപ്പോഴും പ്രയാസപ്പെടുന്നൊരു സംഗതിയാണ് കടം കയറി ബുദ്ധിമുട്ടാവുക, ദാരിദ്ര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ വീട്ടിനുള്ള ചെലവ് കഴിയാതെ, നമുക്ക് ഹൈറായ വരുമാന മാർഗമില്ലാതെ, നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊക്കെ സാഹചര്യം വരുന്നു. ചെലവുകൾ അധികരിക്കുകയാണ്. ഇപ്പോൾ കണക്കുകൾ, ഓരോ സാധനങ്ങളുടെയും വില കൂടി വരികയാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടാവുന്നതിലപ്പുറത്തേക്ക് സാധനങ്ങളുടെ വില കുതിച്ചു കയറുകയാണ്. ഒരു സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നത്, എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റുമോ? എൻ്റെ ജോലി കൊണ്ട് എനിക്ക് ശമ്പളം അധികരിക്കുന്നില്ല, പക്ഷേ സാധനങ്ങളുടെ വില അധികരിക്കുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങൾ വിലയുള്ളതാകുന്നുണ്ട്, പക്ഷേ ശമ്പളം പഴയ ശമ്പളം തന്നെയാണ്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? എൻ്റെ മക്കളെ എങ്ങനെയാണ് ഞാൻ നോക്കുക? എൻ്റെ ഭാര്യ എങ്ങനെയാണ് നോക്കുക? അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിലേക്ക് അടുക്കുമോ, ദാരിദ്ര്യം എനിക്കുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സമൂഹം അല്ലെങ്കിൽ കാലഘട്ടം എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പ്രതിവിധി പറഞ്ഞു തരാത്ത ഒരു വിഷയവുമില്ല. എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധി പറഞ്ഞു തന്നിട്ടാണ് അവിടുന്ന് പോയിട്ടുള്ളത്. അള്ളാഹു അടുത്ത ബറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു, വീട്ടിൽ ദാരിദ്ര്യം സംഭവിക്കാൻ, കടം കയറാൻ, അല്ലെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ. ദാരിദ്ര്യം ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള ചില കാര്യങ്ങൾ, നമ്മളിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ടോ നമുക്ക് ഫഖർ വരാതിരിക്കാൻ, ദാരിദ്ര്യം നമ്മളുടെ അടുക്കലേക്ക് വരാതിരിക്കാൻ, നമ്മയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കാതിരിക്കാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ്, അവിടുന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥന മഹാനായ ഇമാം ബുഖാരി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഫത്ഹുൽ ബാരിയിലെ 14-ാം വാള്യത്തിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ ആ പ്രാർത്ഥന വിശദീകരിക്കുന്നത് കാണാം.
എന്താണ്? മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആരാണ് പറഞ്ഞു തരുന്നത്? മുത്തുനബി തങ്ങളുടെ പ്രിയ പത്നിയാണ്. അവിടുത്തെ പ്രിയതമ പറഞ്ഞു തരികയാണ്. കാലത്ത് അവിടുന്ന് പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിതങ്ങളായിരുന്നു, യഖൂൽ അവിടുന്ന് ഇങ്ങനെ ദുആരക്കുമായിരുന്നു, അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാരി വഅദാബിൻ നാർ وفتنة القبر وعذاب القبر وشر فتنة الغنى وشر فتنة الفقر اللهم إني أعوذ بك من شر فتنة المسيح الدجال اللهم أغسل قلبي بماء الثلج والبرد ونق قلبي من الخطايا كما نقيت ثوب الأبيض من الدنس وباعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم إني أعوذ بك من الكسل والمأثم والمغرم. വലിയ ഒരു ദുആയാണ്. നമുക്കെല്ലാം കൂടെ കാണാതെ പഠിച്ചു വെക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ നോക്കി ചൊല്ലിയാൽ മതി. നമ്മൾ നോക്കി പറഞ്ഞാൽ മതി, നമുക്ക് നോക്കി ദുആ ഇരുന്നാൽ മതി. അള്ളാഹു അതൊക്കെ സ്വീകരിക്കും. അള്ളാഹു വലിയവനാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്താണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ബാബു തഅവ്വുദി മിൻ ഫിത്നത്തിൽ ഫഖർ എന്നാണ്, ഫഖർ കൊണ്ടുണ്ടാകുന്ന ഫിത്നയിൽ നിന്ന് കാവൽ തേടുന്ന ഒരു അധ്യായമായിട്ടാണ് ഈ ദുആനെ പറഞ്ഞത്. അപ്പം അതിൻ്റെ മെയിൻ ഭാഗം അത് തന്നെയാണ്. നമുക്ക് ഫഖർ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന ഫിത്ന അത് തടഞ്ഞു കിട്ടണം. ദാരിദ്ര്യം വല്ലാത്ത വിഷമമാണ്. ദാരിദ്ര്യം കുഫറിലേക്ക് അടുപ്പിക്കുമെന്നാണ് പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചത്. എപ്പോഴും നമ്മൾ ദുആ ഇറക്കണം, അള്ളാഹു ദാരിദ്ര്യം നൽകി നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അള്ളാഹു ഹൈറായ സമ്പത്ത് നമുക്ക് നൽകുമാറാകട്ടെ.